വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പീരീഡ്സ് ആകുന്നതിന് 3 ദിവസം മുതൽ ഉണ്ടാകാൻ സാധ്യതയുള്ള 2 പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ചാനലിൽ ഒരു ടെലിഗ്രാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ടെലിഗ്രാം അക്കൗണ്ടിൻ്റെ ഫെസിലിറ്റി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം ജോയിൻ ബട്ടൺ പ്രസ് ചെയ്തിട്ട് നിങ്ങൾ ടെലിഗ്രാം അക്കൗണ്ടിൽ നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കുക. ശേഷം ഒന്നും കൂടി ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം പോസ്റ്റ് എന്ന് പറഞ്ഞൊരു ഐക്കൺ ഉണ്ട്. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെലിഗ്രാം അക്കൗണ്ടിൻ്റെ ലിങ്ക് കിട്ടുന്നതായിരിക്കും. ഡയറക്റ്റായിട്ട് നമുക്കപ്പോൾ കമ്മ്യൂണിക്കേഷൻ നടത്താം കേട്ടോ. അപ്പോൾ ഇവിടെ സംസാരിക്കുന്ന ഏർലി പ്രഗ്നൻസി സിംറ്റംസ് 2 എണ്ണമാണ്. ഇതിൽ ഈ 2 ലക്ഷണവും ഇല്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എക്സ്പെക്റ്റഡ് പീരിയഡ് ഡേറ്റിൽ ബ്ലീഡിങ് വരുന്നുണ്ടോ എന്ന് നോക്കുക. പോകുന്ന രക്തത്തിൻ്റെ അളവ് എത്രത്തോളമാണെന്നുള്ള കാര്യം കൂടി നിങ്ങൾ മോണിറ്റർ ചെയ്യണം. കാരണം വളരെ കുറച്ച് മാത്രമാണ് ബ്ലഡ് പോകുന്നതെങ്കിൽ അപ്പോഴും നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതാണ്. ഒരുപാട് സ്ത്രീകൾക്ക് ത്രെട്ടേൺഡ് മിസ്കാരേജ് എന്ന് പറയുന്നൊരു കണ്ടീഷൻ ഉണ്ടായിട്ടും, അതായത് പ്രഗ്നൻസി നിന്ന് പോകുന്ന തരത്തിലുള്ള ബ്ലീഡിംഗ് ഉണ്ടായതിനു ശേഷവും അതുപോലെ ലൈറ്റ് ആയിട്ടുള്ള ബ്ലീഡിംഗ് വന്നതിന് ശേഷവും പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ എന്തെങ്കിലും അൺയൂഷ്വൽ ആയിട്ടുള്ള രീതിക്കാണ് ഫ്ലോ പോകുന്നത്, ഫ്ലോ പോയി നിന്ന് കഴിഞ്ഞതിന് ശേഷവും പ്രഗ്നൻസിയുടേത് പോലുള്ള ലക്ഷണങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ആദ്യം ഉണ്ടാകുന്ന ഒരു പ്രഗ്നൻസി ലക്ഷണമാണ് ഡിസിനെസ് എന്ന് പറയുന്നത്. അതായത് തല കറങ്ങുന്നത് പോലെ, നമുക്ക് തല എപ്പോഴും ഇങ്ങനെ ഒരു അസ്വസ്ഥത പോലെ, ഒരു പെരുപ്പ് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഫീൽ ചെയ്യുക. തല കറങ്ങുന്നത് പോലെ അല്ലെങ്കിൽ ഒരു ബാലൻസ് കിട്ടാത്തത് പോലെയുള്ള ഒരു അസ്വസ്ഥതയായിരിക്കും പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് തന്നെ വളരെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമുക്കുണ്ടാകുന്ന ലക്ഷണങ്ങൾ. നമ്മൾ ഒരുപാട് മൂവീസിലൊക്കെ ഈ ഒരു സീൻ കണ്ടിട്ടുണ്ടാവും അല്ലേ? പെൺകുട്ടി തല ഇറങ്ങി വീണിട്ട് പരിശോധിച്ച് നോക്കുമ്പോഴേക്കും പ്രഗ്നൻസി പോസിറ്റീവ് ആണെന്ന് കൺഫേം ചെയ്യുന്ന ഒരുപാട് സീൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം കോമൺ ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി ലക്ഷണമാണ് ഈ ഡിസിനെസ് എന്ന് പറയുന്നത്. ഇതുണ്ടാകുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു റീസൺ ആണ് പ്രൊജസ്ട്രോൺ ഹോർമോൺ. പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് പ്രൊജസ്ട്രോണും HCG ഹോർമോൺസിന്റെ ലെവൽസിൽ നന്നായിട്ട് വ്യത്യാസം ഉണ്ടാകുമ്പോഴേക്കും ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് തല കറങ്ങുന്നത് പോലെയുള്ള ഒരു സെൻസേഷൻ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് നോർമലി പ്രൊജസ്ട്രോണിന്റെ മെഡിസിൻ എടുക്കുന്ന ആളുകൾക്കും ഈ ഒരു കണ്ടീഷൻ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകളും വളരെയധികം കൂടുതലാണ്. പ്രൊജസ്ട്രോൺ ആർട്ടിഫിഷ്യൽ ആയിട്ട് ബോഡിയുടെ അകത്ത് മെഡിസിൻസ് വഴിയും അതുപോലെ വജൈനയിൽ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്ന സിറ്റുവേഷൻസിലും വളരെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ ഈ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്തതുപോലെ തന്നെ നമുക്ക് കൂടുതലായിട്ടും ഉണ്ടാവുന്നത് ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ. പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സിറ്റുവേഷനിൽ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എംബ്രിയോയിനെ നറിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിക്ക് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ആ ഒരു ബ്ലഡ് വെസൽസ് ഒക്കെ ഒന്ന് ഡൈല്യൂട്ട് ആയിട്ട് ആ സർക്കുലേഷനൊക്കെ നല്ല പ്രഷറിൽ ഫോഴ്സിലും ഉണ്ടാകുമ്പോഴേക്കും അതിൻ്റെ ഭാഗമായിട്ടും ഇതുപോലുള്ള കണ്ടീഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകാനായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട് കേട്ടോ. അടുത്തൊരു ബുദ്ധിമുട്ടാണ് നമുക്ക് ബ്ലഡ് ഷുഗർ ലെവൽ കുറഞ്ഞു പോകുന്നത്. പ്രഗ്നൻസി ഫ്ലോ ഉണ്ട്, പ്രഗ്നൻസി നന്നായിട്ട് വളർന്നു തുടങ്ങുന്ന സിറ്റുവേഷനിൽ പോസിറ്റീവ് ആകുന്ന സിറ്റുവേഷനിലൊക്കെ നമുക്ക് ബോഡിക്ക് നന്നായിട്ട് എനർജി വേണ്ടുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അതിപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫുഡ് കഴിക്കുന്ന സമയത്തും ആ ഒരു എനർജി നമുക്ക് കിട്ടുന്നില്ല, ആ ഒരു ഷുഗർ ലെവലൊക്കെ കുറഞ്ഞു പോകുന്ന കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടും നിങ്ങൾക്ക് ഈ ഒരു കണ്ടീഷൻ ഉണ്ടാകാം കേട്ടോ. അടുത്ത റീസൺ ആണ് ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് നമുക്ക് ആ ഒരു വെള്ളം നോർമലി കുടിക്കുന്ന അത്രയും കുടിച്ചാൽ പോരാ. ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയം മുതൽ തന്നെ ധാരാളം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു ബോഡിക്ക് വേണ്ടുന്ന രീതിക്കുള്ള ഹൈഡ്രേഷൻ കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ എംബ്രിയോയുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് വാട്ടർ റിക്വയർമെൻറ്റ് ആവശ്യമുണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള രീതിക്ക് നമ്മുടെ ശരീരത്തിൽ ആ വെള്ളം ഇല്ലാത്ത കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ഡീഹൈഡ്രേഷന് നമ്മൾ തല ഇറങ്ങി വീഴാനായിട്ടുള്ള ഒരു റീസൺ ആണ് കേട്ടോ. അടുത്തൊരു കണ്ടീഷനാണ് അനീമിയ എന്ന് പറയുന്നത്. നമ്മൾ അനീമിക് ആവുന്ന സിറ്റുവേഷനിൽ അയേണിൻ്റെ കണ്ടന്റ് ശരീരത്തിൽ കുറയുന്ന സമയത്ത് റെഡ് ബ്ലഡ് സെൽസിൻ്റെ കൗണ്ട് കുറയുന്ന സിറ്റുവേഷൻസിലും നിങ്ങൾക്ക് ഇതുപോലെ സംഭവിക്കാം. നോർമലി ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ഉണ്ടാകുന്ന ഒരു സ്ത്രീക്കും ഈ ഒരു കണ്ടീഷൻ വളരെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി ഇങ്ങനെ തല കറങ്ങുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. ധാരാളം വെള്ളം കുടിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. തല കറങ്ങുന്ന അതേ സമയം തന്നെ പോയി വെള്ളം കുടിക്കാനല്ല, തല കറങ്ങുന്ന ആ ഒരു സ്പോട്ടിൽ നിങ്ങൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിലത്തിരിക്കാനായിട്ട് നോക്കുക. കസേരയിലൊന്നും ഇരിക്കരുത്. ഒന്നില്ലെങ്കിൽ സെറ്റിയിലോ അല്ലെങ്കിൽ ബെഡിലോ അല്ലെങ്കിൽ കസേരയിലോ നിലത്തോ ഇരിക്കാനായിട്ട് നോക്കുക. ബെഡിലാണ് ഇരിക്കുന്നതെങ്കിൽ നടുക്കോട്ടേക്ക് കയറി ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ കിടക്കാനായിട്ടോ അങ്ങനെ കംഫർട്ട് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരിക്കാൻ നോക്കുക. കസേരയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ തല ഇറങ്ങി വീഴും. അതുകൊണ്ട് എവിടെയെങ്കിലും പിടിച്ചിട്ടൊന്നും നിലത്താണെങ്കിലും ഇരിക്കാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ ഈ തല കറക്കം അവഗണിച്ചുകൊണ്ട് ജോലികൾ ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. എനിക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ആയിരുന്ന സമയം മുതൽക്ക് തന്നെ ഉണ്ടായിരുന്ന ഒരു ലക്ഷണമായിരുന്നു തല കറങ്ങലെന്ന് പറയുന്നത്. നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും തല കറങ്ങുന്നത് പോലെ തോന്നും. ഞാൻ അപ്പം തന്നെ നിലത്തിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു തവണ ഇങ്ങനെ ശ്രദ്ധിക്കാതെ ഒന്ന് വീണിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ. അതിന് ശേഷം ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ
ഫുഡ് കഴിക്കുമ്പോഴും ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാനായിട്ട് നോക്കുക. അതായത് നമ്മൾ നന്നായിട്ടുള്ള രീതിക്ക് തന്നെ ഹെൽത്തി ഫുഡുകൾ, നട്ട്സും സീഡ്സും ഗ്രീൻ ലീഫി വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ നന്നായിട്ട് കഴിക്കുക. ധാരാളം വെള്ളം കുടിക്കാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, തലകറക്കം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഒരിക്കലും പെട്ടെന്ന് കുമ്പിടുകയോ പെട്ടെന്ന് നിവരുകയോ അങ്ങനെയുള്ളതൊന്നും ചെയ്യാനായിട്ട് പാടില്ല. ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും കുമ്പിടുന്നതും ഒക്കെ ഒന്ന് സ്ലോവിലാവാനായിട്ട് ശ്രദ്ധിക്കണം. പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കണ്ടീഷൻ നമുക്ക് കൂടുതലായിട്ടും അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ബോഡിക്ക് റെസ്റ്റ് വേണമെന്ന് തോന്നുന്ന സിറ്റുവേഷൻസിൽ റെസ്റ്റ് കൊടുക്കാനായിട്ട് നോക്കുക. നമ്മൾ ആ ബോഡി നന്നായിട്ട് ലിസൺ ചെയ്യുക. ബോഡി പറയുന്നുണ്ട് ഞാൻ ടയേർഡാണ് എന്നുള്ളൊരു വാർണിംഗ് സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ പണിയൊക്കെ തീർത്തിട്ട് ഞാൻ ഇരിക്കുള്ളൂ എന്നൊന്നും നമ്മൾ ചിന്തിക്കാൻ പാടില്ല. മാക്സിമം നമ്മൾ റെസ്റ്റ് എടുത്ത് പയ്യെ ജോലികളൊക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അടുത്തതായിട്ടുണ്ടാകുന്ന ഒരു പ്രഗ്നൻസി ലക്ഷണമാണ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. പോസിറ്റീവ് ആകുന്ന സിറ്റുവേഷൻസിൽ ഒരുപാട് സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് വജൈനൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. നോർമലി പോസിറ്റീവ് ആകാത്ത സ്ത്രീകൾക്ക് വജൈനൽ ഡിസ്ചാർജ് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്തും വജൈനൽ ഡിസ്ചാർജ് നോർമലി ഉണ്ടാകുന്നതിനേക്കാളും വളരെയധികം കൂടിയ തോതിലായിരിക്കും അനുഭവപ്പെടുന്നത് കേട്ടോ. പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സിറ്റുവേഷനിൽ സെർവിക്സ് ക്ലോസ്ഡ് ആവുകയും മറ്റുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ ശരീരത്തിനകത്തേക്ക് ബാക്ടീരിയസ് ഒക്കെ കടക്കുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെർവിക്സ് നല്ലതുപോലെ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇതിന്റെ ഭാഗമായിട്ട് പലർക്കും സെർവിക്കൽ മ്യൂക്കസിന്റെ ഡിസ്ചാർജ് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. തിക്കായിട്ടുള്ള ടൈപ്പ് ഡിസ്ചാർജ് ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് കണ്ടുവരുന്നത്. ചില സ്ത്രീകൾക്ക് സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ സ്ട്രെച്ചി ആയിട്ടുള്ള രീതിക്ക് നല്ല ക്വാണ്ടിറ്റിയിൽ വഴുവഴുപ്പുള്ളത് പോലുള്ള ഡിസ്ചാർജുകളും കാണാറുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് അങ്ങോട്ട് പോകുന്നതിന്റെ ഭാഗമായിട്ട് കുറച്ചൊന്ന് തിക്കായിട്ടുള്ള ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ടൈപ്പിലുള്ള ഡിസ്ചാർജും നിങ്ങൾക്ക് അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. നോർമലി അതുപോലെ തന്നെ വജൈനയിലിട്ടുണ്ടാകുന്ന ക്ലീനിങ് പ്രോസസ്സ് കൊണ്ടും അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത് മൂലവുമാണ് സെർവിക്കൽ മ്യൂക്കസിന്റെ അളവ് ശരീരത്തിൽ കൂടുതലായിട്ട് ഉണ്ടാകുന്നത് കേട്ടോ. ചില സ്ത്രീകൾക്ക് ഈ ഒരു ഡിസ്ചാർജ് പോകുന്ന സമയത്ത് ഫൗൾ സ്മെല്ലും ചൊറിച്ചിലും ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് ബോഡിയുടെ ഇമ്മ്യൂണിറ്റി വീക്ക് ആവുന്നത് കൊണ്ടും പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. അതിന്റെ ഭാഗമായിട്ട് സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ പല സ്ത്രീകൾക്കും ഈസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നുണ്ട്. പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് ഈസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് വളരെ നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ എല്ലാ ഈസ്റ്റ് ഇൻഫെക്ഷനും പ്രഗ്നൻസിയുടെ തന്നെയാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഡിസ്ചാർജ് പോകുന്ന സമയത്ത് അത് കയ്യിലെടുത്ത് നോക്കുമ്പോൾ കട്ട തൈര് പോലെയുള്ള നമ്മുടെ തൈര് നല്ലതുപോലെ പാല് പിരിഞ്ഞത് പോലുള്ള ഡിസ്ചാർജ് കൂടുതലായിട്ട് ഉണ്ടാകുന്നുണ്ട്. അത് നടത്തോട്ട് കൊണ്ടുവന്ന് സ്മെല്ല് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഫൗൾ സ്മെല്ല് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പോകുന്ന സമയത്ത് നന്നായിട്ട് തൊടയുടെ ഭാഗത്തും വജൈനൽ ഭാഗത്തും ചൊറിച്ചിലോ പുകച്ചിലോ അങ്ങനെ ബേണിംഗ് സെൻസേഷനോ ഒക്കെ നന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്തെങ്കിലും ഇൻഫെക്ഷൻ്റെതാണെന്നാണ്. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ആ ഇൻഫെക്ഷൻ എന്താണെന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് ഇന്റിമേറ്റ് ഹൈജീൻ്റെ പ്രൊഡക്ട്സും ഉള്ളിൽ കഴിക്കാനായിട്ട് മെഡിസിനും എടുത്തു കഴിഞ്ഞാൽ ആ ഇൻഫെക്ഷൻ മാറിപ്പോയിക്കോളും. അതിനുശേഷം നമ്മൾ നമ്മുടെ പാൻറ്റീസ് ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ഓരോ തവണ ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന സമയത്തും പാൻറ്റീസ് നന്നായിട്ട് ചൂടുവെള്ളത്തിലിട്ട് കഴുകി നന്നായിട്ട് വെയിലത്തിട്ട് ഉണക്കിയിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മറ്റുള്ള തുണികളുടെ കൂടെ കൂട്ടത്തിലിട്ട് കഴുകാതെ സെപ്പറേറ്റ് ആയിട്ട് വാഷ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. അത് ചൂടുവെള്ളത്തിൽ നന്നായിട്ട് കുതിർത്തി വെക്കുമ്പോഴേക്കും ഒരു ലെയർ നമുക്ക് അവിടെ ഫോം ചെയ്യുന്നത് പോലെ തോന്നും. അത് ആ ഇൻഫെക്ഷൻ്റെ ആ ഒരു ലെയറാണ്. ആ ക്ലോത്തിൽ നിന്ന് നല്ലതുപോലെ അങ്ങോട്ട് പോകണം. അക്കാര്യം കൂടി ശ്രദ്ധിക്കണം. ഒരുപാട് ഡിസ്ചാർജ് പോകുന്ന സമയത്ത് പാൻറ്റി ലൈനേഴ്സ് നിങ്ങൾ യൂസ് ചെയ്യണം. ഇൻഫെക്ഷൻ്റെ ഡിസ്ചാർജ് അല്ലാതെ സ്മെല്ലൊന്നും ഇല്ലാതെ കുറച്ച് ക്വാണ്ടിറ്റിയിലധികം ഡിസ്ചാർജ് പലപ്പോഴും പ്രഗ്നൻസി പോസിറ്റീവ് ആകുമ്പോഴേക്കും പോയി കാണാറുണ്ട്. അതിനുശേഷം ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പോസിറ്റീവ് കിട്ടുന്ന ആളുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ ആ കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്രഗ്നൻസി പോസിറ്റീവ് ആണോ എന്ന് നേരത്തെ തന്നെ നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ലക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിലും നിങ്ങൾ വിഷമിക്കരുത്. ഡേറ്റ് മിസ്സായതിനു ശേഷം മാത്രം പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഒരുപാട് സ്ത്രീകൾക്ക് വളരെ വിയേർഡ് ആയിട്ടുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതായത് ഇതും പ്രഗ്നൻസി ലക്ഷണമാണോ എന്ന് നമ്മൾ ചിന്തിക്കുന്ന തരത്തിലുള്ള ലക്ഷണങ്ങൾ പല സ്ത്രീകൾക്കും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ അതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും.
അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.